ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ബ്രേക്ക് എന്ന മൂവിയാണ്. നിങ്ങളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും എല്ലാം തന്നെ ഒരു കറുത്ത ഭിത്തി കൊണ്ട് മൂടിയിരിക്കുന്നതായിട്ട് കാണുകയാണെങ്കിലോ, ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഫോൺ കണക്ഷൻ ഇല്ല, വെള്ളമില്ല, ആഹാരമില്ല, ഒന്നുമില്ല. എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് പോലും അറിയില്ല. ആ ഭിത്തി പൊളിക്കാൻ ശ്രമിച്ചാൽ പോലും നടക്കില്ലായിരിക്കും. പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും? അങ്ങനൊരു അവസ്ഥയിൽ പെട്ടുപോകുന്ന നമ്മുടെ നായികയും നായകനും എങ്ങനെ രക്ഷപ്പെടുന്നുവെന്ന് നമുക്ക് കാണാം. അപ്പൊ കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മൂവിയിലെ നായകന്റെ പേര് ടിം എന്നാണ്. ഒരു ഗെയിം ഡെവലപ്പർ ആയിരുന്നു അവൻ. രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ മനസ്സിലൂടെ അവന്റെ വൈഫിന്റെയും അവന്റെയും ചില ഓർമ്മകളൊക്കെ കടന്നു പോകുന്നു. അവന്റെ വൈഫ് ഒലിവിയ കുറച്ച് വർഷങ്ങൾ മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ആ പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ വന്നു. അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടമായി. ഇപ്പോഴും അതിന്റെ ഡിപ്രഷൻ രണ്ടു പേർക്കും ഉണ്ട്. അവനതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒലിവിയ വന്ന് അവനെ വിളിക്കുന്നുണ്ട്. നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ താഴേക്ക് കൊണ്ടുപോകുന്നു. ആ ടൈമിൽ ആ ബിൽഡിങ്ങിന്റെ ഓണർ ഫ്രെഡ്മാനെ അവർ കാണുന്നുണ്ട്. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം തന്നെ നടക്കുകയായിരുന്നു. അത് കാരണം ബിൽഡിംഗ് മുഴുവൻ ഒരു ബ്ലാക്ക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അതിനിടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് മുകളിലൂടെ കുറച്ച് ഹെലികോപ്റ്റർ പോകുന്നതും കുറച്ച് ദൂരെയുള്ള ഒരു കെട്ടിടത്തിൽ തീ പടർന്നിരിക്കുന്നതും. അത് കാരണം ആ ബിൽഡിംഗിൽ നിന്ന് വലിയ രീതിയിൽ പുകയൊക്കെ വരുന്നുണ്ട്. ഒലീവി ടിമ്മിനെ കൊണ്ടുപോകുന്നത് അവളുടെ പുതിയ വാനിലേക്കായിരുന്നു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റിയിരുത്തിയിട്ട് അവൾ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്നും പോകാം, നമ്മൾ പാരീസിലേക്ക് പോവുകയാണ്. നമ്മുടെ രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിന്നൊന്ന് മാറി അവിടെ പോയി സെറ്റിൽ ആയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറൂ. ഞാൻ എന്റെ ജോലി കിട്ടിയതിരിക്കുന്നു, നീയും ജോലി കിട്ടിയത്, നമുക്ക് അവിടെ പോയി സെറ്റിൽ ആകാം. എന്നാൽ ടിം അതിനോട് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ പോകാൻ അവൻ താല്പര്യമില്ല. ഇപ്പൊ എനിക്ക് എന്റെ ജോലി നിർത്താനും പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാൻ ഒലിവിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ ടിം വീണ്ടും അവന്റെ ജോലികളിലേക്ക് കടന്നു. ഒലിവി ആകെ ഡിപ്രഷനിലായി. അന്ന് രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവനും ഉറങ്ങിയില്ല. രാവിലെ അവനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഒലിവി ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാകുന്നതാണ്. നമ്മൾ തമ്മിൽ ഇനി ഒന്നുമില്ല, ബ്രേക്കപ്പ് ആവുകയാണ്. നീ ഇവിടെ തന്നെ നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഇവിടെ നിന്നും ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാനതുകൊണ്ട് ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോവുകയാണ്. അവൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറന്നതും അവൾ ഞെട്ടിപ്പോയി. മുന്നിലായിട്ട് ഒരു കറുത്ത ഭിത്തി. ഇതെന്താ സംഭവം? നീ മര്യാദയ്ക്ക് ഇത് തുറക്കുന്നതാ നല്ലത്. ഞാൻ പോകാതിരിക്കാൻ വേണ്ടിട്ട് നീ ചെയ്തു വെച്ചതല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ടിം പറയുന്നു. നീ തന്നെ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ചുറ്റുമുള്ള ജനലുകളെല്ലാം തന്നെ തുറക്കുന്നു. എന്നാൽ എല്ലായിടത്തും ഇതേ ബ്ലാക്ക് ആയിട്ടുള്ള വാളാണ് ഉണ്ടായിരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇത് എങ്ങനെ വന്നു എന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അവനത് ചവിട്ടി പൊളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു അനക്കവുമില്ല. തന്റെ ഫോൺ എടുത്ത് അവൻ സിഗ്നൽ നോക്കുമ്പോൾ സിഗ്നൽ ഇല്ല, വൈഫൈയും കട്ടാണ്. എന്നാൽ ആ ഫോണ് ആ ഒരു വാളിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചേഞ്ചസ് നടക്കുന്ന പോലെ തോന്നുന്നു. അതൊരു തരം മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവളാകട്ടൊരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് വെച്ച് ആ ഒരു ഭിത്തി തുറക്കാൻ ആരംഭിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ ഒരു ഗുണം ഉണ്ടായില്ല. ആ ഡോറിന്റെ ഭാഗത്തുള്ള കറുത്ത ഭിത്തിയല്ലേ തുറക്കാൻ പറ്റാത്തത്? നമുക്ക് നമ്മുടെ വീടിന്റെ ഭിത്തി തുറന്ന് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് അതും തുറക്കാൻ പറ്റുന്നില്ല. അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഔട്ടർ വാൾ ഒന്നും തന്നെ തുറക്കാൻ പറ്റുന്നില്ല. പൈപ്പിലാകട്ടെ വെള്ളം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവര് അവരുടെ റൂമിനെയും തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വാൾ ഉണ്ടല്ലോ, അത് തുറക്കാൻ ആരംഭിച്ചു. അതിനുള്ളിൽ ആ ഒരു ബ്ലാക്ക് വാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം അവർ ചെറുതായിട്ട് തുറന്നിട്ട് അപ്പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ്, എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവിടെയും അവരുടെ അവസ്ഥ ഇതുതന്നെയാണെന്ന്. അയാളുടെ പേര് മാർവിൻ എന്നും ആ പെൺകുട്ടിയുടെ പേര് ആന എന്നുമായിരുന്നു. ഇവർ രണ്ടുപേരും ആകെ പാനിക് ആയിട്ടിരിക്കുകയാണ്. മാർവിൻ ടെൻഷനാക്കുന്ന കണ്ടിട്ട് ആന ആകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ ഒരു ഡ്രഗ്സിന്റെ ഷോട്ട് എടുക്കുക, അതാ നല്ലതെന്ന്. ഒലിവിയ ആനോട് ചോദിക്കുന്നുണ്ട്, രാത്രിയിൽ നീ എന്തെങ്കിലും വിചിത്രമായിട്ട് കണ്ടോ? ഇവിടെ എങ്ങനെ ഇത് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? എന്നാൽ തനിക്ക് ഒന്നും അറിയില്ല എന്ന് അവൾ പറയുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഇങ്ങനെ തന്നെയാണ്. അവർക്കാകട്ടെ വെള്ളവും ഇല്ല, അധികം ഫുഡും ഇല്ല, എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ആകെ ടെൻഷനിലായി. ഒലിവിയുടെയും ടിമ്മിന്റെ ഇടയിൽ ഓൾറെഡി തന്നെ പ്രശ്നങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞവർ വഴക്കുണ്ടാക്കുന്നു. അതിനിടയിൽ ദേഷ്യം വന്നിട്ട് ടിമ്മ് തന്റെ ഫോൺ എടുത്ത് ആ ഒരു വാളിലേക്ക് അറിയുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഫോണിലെ ചെറിയൊരു മാഗ്നറ്റിക് കഷ്ണം ആ വാളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിനർത്ഥം അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോഴേക്കും ഒലിവിയ കിട്ട വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ സോറി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്പൂൺ എടുത്ത് അവൻ അവിടെ എല്ലാം തന്നെ വെച്ച് നോക്കുന്നു. അപ്പോൾ മനസ്സിലായി ആ ഒരു ഭിത്തിയിലുണ്ടായിരുന്ന 4 ചതുരത്തിലുള്ള ഭാഗങ്ങളില്ലേ, അവിടെ എല്ലാം തന്നെ നല്ല മാഗ്നറ്റിക് ഷീൽഡ് ഉണ്ട്. അത് കാരണം പലതരത്തിലുള്ള സ്പൂണുകളും കൊണ്ടുപോയി പലയിടങ്ങളിലായിട്ട് വെക്കുന്നു. ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗങ്ങളിലായിരുന്നു അവർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വെച്ചിരുന്നത്. എന്തെങ്കിലും സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നോക്കി നിന്നു. ആ സമയത്ത് ഇതെല്ലാം തന്നെ അനങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ടിമ്മിന് കാര്യം പിടികിട്ടി, ഇതെല്ലാം ഇപ്പൊ തങ്ങൾക്ക് നേരെ തിരിച്ചു വരും. അവൻ പെട്ടെന്ന് ഒലിവിയെ രക്ഷിച്ചുകൊണ്ട് താഴേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പോഴേക്ക് ആ സ്പൂണുകളെല്ലാം തന്നെ തെറിച്ച് ഇവരുടെ ദേഹത്തേക്ക് വന്ന് കൊണ്ടിരുന്നു. ഒലിവിയുടെ ദേഹത്തൊന്നും കൊണ്ടില്ല, കാരണം ടിം ആകട്ടെ അവളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ടിമ്മിന്റെ ശരീരമാകെ ഈ സ്പൂണുകൾ തറച്ചിട്ട് പലയിടങ്ങളിലും മുറിഞ്ഞു. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത്രയും വേദന സഹിച്ചിരിക്കുന്നു. ഒലിവിയ ആകട്ടെ ആ മുറിവുകളെല്ലാം തന്നെ വെച്ച് കെട്ടി. ആ ടൈമിലാകട്ടെ അപ്പുറത്തെ ആ ബിൽഡിംഗിലെ 2 പേരുടെ അടുത്ത് നിന്നും ഭയങ്കര ഒച്ചയും ബഹളം കേൾക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ വിളിച്ചിട്ട് ആരുടെ അനക്കമില്ല. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ആ വാള് പൂർണ്ണമായിട്ട് തകർക്കുന്നു. ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിനുള്ളിൽ
റോഡിലൂടെ തങ്ങളുടെ നെയ്ബേഴ്സിന്റെ ഫ്ളാറ്റിലേക്ക് എത്തി. അവര് നോക്കുമ്പോൾ ആ പെൺകുട്ടിയാകട്ടെ താഴെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അവളുടെ കയ്യിലൊക്കെ രക്തം പറ്റിയിരിക്കുന്നു. മാർവിൻ അന്നയെ എന്തോ ചെയ്തു എന്ന് പേടിച്ചിട്ട് ഇവർ അന്നയെ രക്ഷിക്കുന്നു. മാർവിൻ അവിടേക്ക് വന്നപ്പോൾ അയാളോട് വഴക്കിടുന്നു. മാർവിനാകട്ടെ ദേഷ്യത്തില് ടിമ്മിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ടിം എങ്ങനെയൊക്കെയോ അയാളെ കീഴടക്കി. എന്നാൽ അന്ന പറയുന്നുണ്ട് അവൻ എന്നെ ഒന്നും ചെയ്തില്ല, അവനാണ് അപകടം പറ്റിയത്, അവന്റെ കൈയാണ് മുറിഞ്ഞത്, അവൻ കുറച്ച് ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ അവൻ നോർമൽ ആവും. എന്നാലും അവൻ തന്നെ ആക്രമിക്കാൻ വന്നതല്ലേ, അതുകൊണ്ട് അവനെ വെറുതെ വിടില്ല എന്നും തൽക്കാലം അവന്റെ കൈ കെട്ടിവെച്ചേക്കാമെന്നും ടിമ്മ പറയുന്നു. അങ്ങനെ അവന്റെ കൈ കെട്ടിവെച്ചിട്ട് അവർ അന്നയുടെ മടിയിലേക്ക് മാർവിനെ കിടത്തി. എന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുകയായിരുന്നു ഒലീവിയയും ടിമ്മും. ഒരു ഭിത്തിയും തുറന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു ഫ്ളാറ്റിൽ നിന്നും മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാത്രം പോകാൻ പറ്റും. അങ്ങനെയുള്ള ഭിത്തി മാത്രമേ തുറക്കാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ പുറത്തുള്ള ഭിത്തിയൊന്നും തന്നെ തുറക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ ഈ സൗണ്ടും ബഹളവും എല്ലാം കേട്ടിട്ട് മാർവിൻ എഴുന്നേൽക്കുന്നു. അവന്റെ കെട്ടെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആർക്കിടെക്ട് കൂടിയായ ഒലീവിയ ഒരു ഐഡിയ പറയുന്നു. ഈ ഒരു ബിൽഡിങ്ങിന് കുറച്ച് ഫ്ലോറുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട്. അതൊരു സബ്വേയിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ബോംബ് ഷെൽട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സബ്വേ വഴി രക്ഷപ്പെടാം. അതിന് നമ്മൾ ഇതിന്റെ ഫ്ലോർ തുറന്ന് താഴത്തെ ഫ്ളാറ്റിലെത്തണം. അങ്ങനെ അവര് അത് പൊളിക്കാൻ ആരംഭിച്ചു. പിന്നെ കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് എല്ലാം തന്നെ വെച്ചിട്ട് ഒരു കയറ് പോലെയാക്കി താഴത്തെ ഫ്ളാറ്റിലേക്ക് ഇറങ്ങി. അവിടെ താമസിക്കുന്നത് ഓസ്വാൾട്ടും അയാളുടെ ഗ്രാൻഡ് ചൈൽഡും ആയിരുന്നു. ലിയ എന്നാണ് അവളുടെ പേര്. എന്നാൽ ഓസ്വാൾട്ട് ആകട്ടെ ടിമ്മിനെ കണ്ടതും തോക്കു ചൂണ്ടി അയാളെ പേടിപ്പിക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് ആഹാരവും വെള്ളം എടുക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കില്ല. അയാളെ വിചാരിച്ചത് ഇവരുടെ സർവൈവ് ചെയ്യാനുള്ള ആഹാര സാധനങ്ങളും വെള്ളവും എല്ലാം തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ടിമ്മ് വന്നതെന്നാണ്. എന്നാൽ ഞങ്ങൾ അതിന് വന്നതല്ല എന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു ഇതെന്നും ഒക്കെ ടിമ്മ് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ ലിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന്. എപ്പോഴാണ് നീ വാള് വന്നത് കണ്ടത്? ഞാനൊരു 4 മണിക്ക് ടോയ്ലറ്റിലേക്ക് പോയതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ എല്ലാം തന്നെ ഈ ഒരു വാള് വന്നിരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഈ ഫ്ലോർ പൊളിച്ചിട്ടായിരുന്നല്ലോ താഴേക്ക് വന്നത്. അതിന്റെ കൂടെ തകർന്നു വീണ ഒരു ഫയർ ഡിറ്റക്ടർ ടിമ്മ് കാണുന്നുണ്ട്. അതിനുള്ളിൽ ഒരു രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച ക്യാമറ ഉണ്ടായിരുന്നു. നിങ്ങളാണോ ഈ ക്യാമറ ഇതിൽ വെച്ചിരിക്കുന്നതെന്ന് ഓസ്വാൾട്ടോട് ചോദിക്കുന്നു. ഏയ്, ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. മിക്കവാറും ഇത് ഈ ബിൽഡിങ്ങിന്റെ ഓണറിന്റെ പണിയായിരിക്കും. അങ്ങനെ ഇയാൾ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അയാൾ വാച്ച് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇതിന്റെ പിന്നിലും ഈ ബിൽഡിങ്ങിന്റെ ഓണർ തന്നെയായിരിക്കും. അയാളുടെ എന്തെങ്കിലും ഗെയിം ആയിരിക്കും ഇങ്ങനെ ഈ ഒരു വാളെല്ലാം വരുന്നത്. മിക്ക റൂമുകളിലും ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അയാളായിരിക്കും ഈ ഗെയിമിന്റെ തലവൻ. നമ്മളൊരു സ്കിഡ് ഗെയിമിൽ പെട്ട പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് അയാളോട് തന്നെ ചോദിക്കാമെന്നാണ് ഒലിവിയ പറയുന്നത്. ഈ ഓസ്വാൾട്ടിന്റെ ഫ്ളാറ്റിന്റെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലാണ് അയാൾ താമസിക്കുന്നത്. അങ്ങനെ ഇവർ ഈ ബിൽഡിങ്ങിന്റെ ഓണറായ ഫ്രെഡ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഓസ്വാൾട്ടിന്റെ ഫ്ളാറ്റിന്റെ ഒരു ഭിത്തി തുറന്ന് അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് കയറി. അയാളുമായിട്ട് വഴികിടാൻ പോയി അവർ കാണുന്നത് ഫ്രെഡ്മാൻ ആകട്ടെ തന്റെ 2 കൈയും നഷ്ടപ്പെട്ട് അവിടെ മരിച്ചു കിടക്കുന്നതാണ്. ഇയാളുടെ കൈക്ക് ഇതെന്ത് സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലായില്ല. ആരോ വെട്ടി മാറ്റിയതുപോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒലിവിയയ്ക്ക് പാനിക് അറ്റാക്ക് വരുന്ന പോലെയായി. മാർവിനും ഒരുമാതിരി തോന്നി അവനും വാഷ്റൂമിലേക്ക് പോയി. ടിമ്മി ഫ്രെഡ്മാന്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോണിൽ ഇയാൾ ഈ വാൾസിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും തന്നെ കണ്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഇയാൾ ഈ ഗെയിമിന്റെ മാസ്റ്റർ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാൻ കണ്ടിന്യൂ ചെയ്യണം. ഇവർ വീണ്ടും ഫ്ലോർ തുറന്ന് താഴേക്ക് പോകാൻ ആരംഭിക്കുകയാണ്. അതിനിടയ്ക്ക് ഒലിവിയ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ടിമ്മിനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നലെ നടന്ന ഫയർ ആക്സിഡന്റിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഒക്കെ ഇതിലുണ്ടെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നതും ആ ഫ്ലോർ തകർന്ന് അവർ താഴേക്ക് പോകുന്നു. ടിമ്മും മാർവിനും ആന എല്ലാം തന്നെ താഴേക്ക് വീണ്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ലിയ ആകട്ടെ ഒരു ഏണി വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി. ഓസ്വാൾട്ടിനെയും അതുവഴി തന്നെ താഴേക്ക് ഇറക്കി. ആ ടൈമിലാണ് യൂറി എന്ന് പറയുന്ന ഒരാള് ഈ ബഹളം കേട്ട് അവിടേക്ക് വരുന്നത്. നിങ്ങൾ ആരാണ്? ഇവിടെ ആന്റോൺ അല്ലേ താമസിക്കുന്നതെന്ന് ഒലിവ ചോദിക്കുന്നു. ഞാൻ ആന്റോണിന്റെ ഫ്രണ്ടാണ്. 2 ദിവസം മുമ്പ് ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ ഇടയ്ക്കാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. പക്ഷേ ഈ വാള് തുറന്ന് നിങ്ങളാരും പുറത്തേക്ക് പോകണ്ട. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. പലതരത്തിലുള്ള അറ്റാക്കുകളും ഉണ്ട്. ചിലപ്പോൾ അതൊരു ബയോവാർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധമായിരിക്കാം. അതിൽ നിന്നെല്ലാം തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇങ്ങനൊരു വാളാണ്. അതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ വന്നിരിക്കുന്നത്. പുറത്തെന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നതാ നല്ലത്. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വാളെല്ലാം തന്നെ. അതുകൊണ്ട് അത് തകർത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം മരിക്കും. ഇവൻ ഇങ്ങനെ ഓരോന്നും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ടിം ചോദിക്കുന്നുണ്ട്, അങ്ങനെ പുറത്ത് യുദ്ധമൊക്കെ നടക്കുന്നതായിട്ട് നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന്. അതൊക്കെ പോട്ടെ, ആന്റോൺ എവിടെയെന്ന് ഒലിവ് ചോദിക്കുന്നു. ആന്റോൺ മരിച്ചു എന്നാണ് യൂറി പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ഉണർന്നു നോക്കുമ്പോൾ അവൻ ഈ ഒരു ഭിത്തിയുടെ ഫ്രണ്ടില് കുഴഞ്ഞു വീണ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഓൾറെഡി അവന്റെ ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പേസ് മേക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാളാകട്ടെ മാഗ്നറ്റിക് ഫീൽഡുമാണ്. അതൊക്കെ കൊണ്ട് അവൻ അറ്റാക്ക് വന്ന് മരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് യൂറി ആന്റോണിനെ ആ ഒരു ബെഡിൽ കിടത്തിയിരിക്കുന്നതാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആന്റോൺ ആകട്ടെ ഈ വാളിനെ പറ്റി കുറെ സ്റ്റഡി ചെയ്തിരുന്നു. ഇത് എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമെന്ന് അവൻ കുറെ ശ്രമങ്ങൾ നടത്തി. അതെല്ലാം തന്നെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ കുറച്ച് പേപ്പേഴ്സ് എല്ലാം തന്നെ അവിടെ ഇരിപ്പുണ്ട്. യൂറി വീണ്ടും വീണ്ടും ഇവരോട് പറയുന്നുണ്ട്, പുറത്തുള്ള എല്ലാം തന്നെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. എന്തെങ്കിലും വൈറസ് പോലെയൊക്കെ കാണും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നതാ സേഫ് എന്ന്. പക്ഷെ പുറത്തെന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് ടിമ്മ പറയുന്നത്. കാരണം ഇവരുടെ അടുത്ത് ആഹാരവും വെള്ളവും ഒന്നും തന്നെയില്ല. അങ്ങനെ അത് കാരണം ഇവരെല്ലാം തന്നെ വീണ്ടും ആ ഒരു ഫ്ലോർ തുറന്ന് താഴത്തെ ബേസ്മെന്റിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഇടയ്ക്ക് ലിയ ആകട്ടെ ആന്റോൺ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആ ഡീകോഡിങ്ങും പേപ്പേഴ്സ് എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ ചെയ്തു നോക്കി
നോക്കിയതൊന്നും ശരിയായില്ല എന്നൊക്കെ യൂറി പറയുന്നു. അയാൾ അങ്ങനെ പറഞ്ഞത് കാരണം ലിയും വീണ്ടും മറ്റുള്ളവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഇവരെല്ലാവരും ആ ഫ്ലോർ തുറന്ന് താഴത്തെ ബേസ്മെന്റിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ആ ബോംബ് ഷെൽട്ടർ വഴി അവർ ആ ഒരു സബ്വേയിലേക്ക് കിടക്കുന്ന ആ ഒരു വാതിലിന്റെ അടുത്തെത്തി. വാതിൽ തുറന്ന അവരാകട്ടെ ആകെ ഡിസപ്പോയിന്റഡ് ആയി. കാരണം അവിടെയും ആ വാളുണ്ടായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. ഇനി എങ്ങനെ പുറത്തു കിടക്കും? ആകെ പുറത്തു കിടക്കാൻ പറ്റുന്ന ഒരു വഴി ഇതായിരുന്നു. എല്ലാ വഴിയിലും ഈ ഒരു വാള് വന്നിരിക്കുന്നു. ഒരു രീതിയിലും പുറം ലോകവുമായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. മാർവിനാകട്ടെ ഒരുതരം ഭ്രാന്ത് പിടിച്ചിട്ട് ആ വാള് പൊളിക്കാൻ വേണ്ടിയിട്ട് ഓസ്വോൾട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ വെടിയുണ്ടകളെല്ലാം തന്നെ വാളിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. മാഗ്നറ്റിക് ഷീൽഡ് ആയത് കാരണം അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ടിമ്മിനറിയാം ഇനി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവൻ പെട്ടെന്ന് എല്ലാവരോടും താഴേക്ക് വീഴാൻ പറയുന്നു. അല്ലെങ്കിൽ ആ വെടിയുണ്ടകളെല്ലാം തന്നെ തിരിച്ചു വരും. അവൻ പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം ആ വെടിയുണ്ടകൾ അവരുടെ നേരെ വന്നു. എന്നാൽ പാവ ഓസ്വോൾട്ടിന് പെട്ടെന്ന് താഴേക്ക് കിടക്കാൻ പറ്റിയില്ല. ആ വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ തറച്ച് അയാൾ മരിച്ചു. ലിയയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ കാരണമാണ് എന്റെ ഗ്രാൻഡ്മ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ലിയ മാർവിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. എന്നാൽ തനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാർവിൻ ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി അവർ വീണ്ടും തിരിച്ച് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. യൂറിയുമായിട്ടിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ആന ചോദിക്കുന്നുണ്ട്, നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. കാരണം ഞാൻ എന്റെ ചെറുപ്പത്തില് മരണത്തിനെ മുഖാമുഖം കണ്ടതാണ്. കുറച്ച് നേരത്തേക്ക് ഞാൻ മരിച്ചുപോയിരുന്നു എന്ന് വേണം പറയാൻ. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ ട്രാജഡി ഫേസ് ചെയ്തവരായിരുന്നു. ടിമ്മിന്റെ ഒലിവയുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിൽ ആകെ വഴക്കായി. ആ മിസ്കാരേജിന് ശേഷം നീ എന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. നിന്റെ മൈൻഡ് റിലാക്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ജോലികളിലേക്ക് മുഴുകി. എന്നെ കുറിച്ച് ഒരു രീതിയിലും ചിന്തിച്ചില്ല. അങ്ങനെ അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു തീർത്തിട്ട് വീണ്ടും തിരിച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് വരുന്നു. ഇങ്ങനെ നമുക്ക് ഇരുന്നാ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്തു കിടക്കണം. ഈ ഒരു വാളിൽ നിന്നും പുറത്തു കിടക്കാൻ എന്തെങ്കിലും ക്ലൂ ഉണ്ടാകും. ലിയ ആകട്ടെ അപ്പൊ തന്നെ ആന്റോൺ ഡീകോഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പേർപ്പസ് എല്ലാം തന്നെ എടുത്തു നോക്കുന്നു. അയാൾ ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് തുറക്കാനുള്ള വഴിയും അയാൾ കണ്ടെത്തിയിട്ടുണ്ടാകും. ലിയയും ഒലീവിയയും യൂറിയുടെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ പേപ്പറെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ബാക്കി 3 പേരും മുകളിലുണ്ടായിരുന്ന റൂമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടിമ്മും മാർവിനും ആനയും നിൽക്കുന്നത് ഈ ബിൽഡിംഗിന്റെ ഓണറായ ഫ്രെഡ്മാന്റെ റൂമിലാണ്. പക്ഷെ ആ റൂമിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. മറ്റുള്ള റൂമുകളിൽ നിന്നും കുറച്ച് ചെറുതാണ്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ട്. ആ റൂം തുറക്കാനൊരു റിമോട്ടും ഇവർക്ക് കിട്ടി. അതിനകത്ത് പാസ്വേഡ് അടിക്കണം. അവരപ്പം തന്നെ കിച്ചണിൽ പോയി അവിടെ നിന്ന് എന്തൊക്കെ പൊടിയെടുത്ത് ആ ഒരു റിമോട്ടിന്റെ മുകളിലേക്ക് ഇടുമ്പോൾ ഏതൊക്കെ ഫിംഗേഴ്സ് ആണ് ടച്ച് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവര് ആ കോഡ് കണ്ടുപിടിച്ച് ആ ഒരു റൂം തുറക്കുന്നു. ആന അപ്പൊ തന്നെ ബാക്കിയുള്ളവരെയും താഴെ പോയി വിളിക്കുന്നുണ്ട്. ആ ടൈമില് ഇവിടെ ലിയ ആകട്ടെ ആന്റോണിന്റെ ബിസിനസ് കാർഡ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എപ്സിലോൺ എന്ന് പറയുന്ന കമ്പനിയിലാണ് ആന്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിനക്കതിനെ പറ്റി എന്തെങ്കിലും അറിയാമോന്ന് യൂറിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അവന്റെ പ്രോഗ്രാമർ ആണെന്ന് മാത്രമേ എനിക്കറിയുമെന്നാണ് യൂറി പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആന്റോണിന്റെ ഫോണും ലാപ്ടോപ്പും എല്ലാം തന്നെ തകർക്കപ്പെട്ട നിലയിലാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ യൂറി പറയുന്നുണ്ട്, അവനെന്തോ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ ടൈമിൽ ഇതൊക്കെ തകർത്തിട്ട് എന്തോ ചെയ്യുകയായിരുന്നു എന്ന്. ലിയ കൂടുതലായിട്ട് ആ പേർപ്പസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ഒരു വാള് തുറക്കാൻ വേണ്ടിയിട്ട് ആന്റോൺ ശ്രമിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇത് തുറക്കാൻ പറ്റും. പക്ഷെ യൂറി വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ വാൾ ഓപ്പൺ ചെയ്താലും ആ റേഡിയേഷൻസ് ഉള്ളിലേക്ക് വരും, നമ്മളെല്ലാവരും മരിക്കും. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അന്ന അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ മുകളിൽ ഒരു സാധനം കണ്ടെത്തി, നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ ഒലീവിയയും യൂറിയും മുകളിലേക്ക് പോയി. ലിയ അപ്പോഴും ആ പേർപ്പസ് എല്ലാം ചെക്ക് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ചിമ്മ റൂം ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറിയപ്പോ അതിനുള്ളിൽ മുഴുവൻ കുറെ സിസ്റ്റം ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഓരോ വീടുകളിലും ഈ ബിൽഡിംഗ് ഓണർ ഓരോ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ എല്ലാം തന്നെ വീഡിയോ അയാൾ ഇവിടെ ഇരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവർ വിചാരിച്ച പോലെ ഇത് ഇയാളുടെ ഗെയിം ഒന്നുമല്ല. അയാൾക്ക് ഈ വീട്ടിൽ നടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയണം. ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് മൊമെന്റ്സ് ഒക്കെ ഇയാൾക്ക് കാണണം. അതിനു വേണ്ടിയിട്ട് അയാൾ ആരും അറിയാതെ സ്ഥാപിച്ച ക്യാമറയായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാൾ ഇവിടെ വരുന്നതിന് മുൻപുള്ള എല്ലാ ഫൂട്ടേജസും ഇതിലുണ്ടാവും. അവരങ്ങനെ ഫൂട്ടേജസ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ടൈമില് പെട്ടെന്ന് ഈ ഒരു വാള് വന്ന് എല്ലാ ജനലുകളിലും വാതിലുകളിലും പറ്റിപ്പിടിക്കുകയായിരുന്നു. അതായത് ആരും അവിടെ കൊണ്ട് വാള് ബിൽഡ് ചെയ്ത് വെച്ചതല്ല. ഒരു നിമിഷം കൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് വന്നതാണ്. ഇതെന്താ തങ്ങൾ കണ്ടതെന്ന് അവർക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഇതിങ്ങനെ സംഭവിക്കും. അതൊരു സൂപ്പർ നാനോ ടെക്നോളജി പോലെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മുടെ ലിയ ആകട്ടെ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് ആന്റോണിന്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന സ്കാർഫ് മാറ്റി കഴിയുമ്പോൾ ലിയയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അയാളെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്ന്. അതിനർത്ഥം യൂറിയാണ് ആന്റോണിനെ കൊന്നത്. അതേ ടൈമിൽ തന്നെ ഇവിടെ ടിമ്മ് കാണുന്നുണ്ട് ആന്റോണിന്റെ റൂമില് അയാൾ മരിച്ചു കിടക്കുന്നത്. യൂറി നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാളിന്റെ അടുത്തായിരുന്നില്ല അയാൾ മരിച്ചു കിടന്നത്. അതിനെപ്പറ്റി ചോദിക്കാൻ അവർ തിരിഞ്ഞ് യൂറിയെ നോക്കിയതും യൂറി അവിടെ കാണുന്നില്ല. മാർവിൻ യൂറിയെ തിരക്കി വീണ്ടും പോയി. ആ ടൈമില് ടിമ്മ് വീണ്ടും ഈ വീഡിയോസ് കാണുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആന്റോൺ ആകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണുമായിട്ട് ആ ഒരു വാളിന്റെ അടുത്തേക്ക് പോവുകയും കുറച്ച് ഫ്ലാഷ് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതും ആ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് വെട്ടം വരുന്നു. അതായത് ആന്റോൺ ആ ഒരു വാള് ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും യൂറി വന്ന് അയാളെ കൊന്നതാണ്. അതുപോലെ മാർവിനാകട്ടെ യൂറിയെ തിരക്കി പോയതും യൂറി അവിടെ
ഉണ്ടായിരുന്ന ആന്റോണിന്റെ ഡീകോഡ് ചെയ്ത പേപ്പറെല്ലാം കത്തിക്കുന്നതാണ് കാണുന്നത്. ലിയ ആകട്ടെ ഒരു സൈഡിൽ മരിച്ചും കിടക്കുന്നു. യൂറി ലിയയും കൊന്നിരിക്കുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടേക്ക് വരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തി ആന്റോണിനെ പോലും യൂറി കൊന്നിരിക്കുന്നു. ഇപ്പൊ ലിയയും കൊന്നിരിക്കുന്നു. ദേഷ്യത്തില് അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഒലിവിയ പറയുന്നുണ്ട്, ഇവനെ കൊല്ലണ്ട, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഫൂട്ടേജസ് വെച്ചിട്ട് എന്താണ് ശരിക്കും ആന്റോൺ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. എന്തിലൂടെയാണ് അയാൾ ഇത് ഓപ്പൺ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അവരതിനു വേണ്ടിയിട്ട് ആ കത്തിക്കറിഞ്ഞതിൽ ബാക്കിയുണ്ടായിരുന്ന പേപ്പേഴ്സും ആ ഫൂട്ടേജസും എല്ലാം തന്നെ പരിശോധിക്കുന്നു. അയാൾ കോഡ് ചെയ്തിരിക്കുന്നത് എന്തോ ടൈപ്പ് ഒരു മോഡ്സ് കോഡ് ആയിരുന്നു. മാത്രമല്ല ആന്റോണിന്റെ ആ ഒരു ബിസിനസ് കാർഡ് കൂടി ഒലിവിയെ കാണിക്കുമ്പോൾ ടിം പറയുന്നുണ്ട്, ഇന്നലെ ഇവിടെ ഒരു ഫയർ നടന്നിരുന്നില്ലേ, അത് ഈ കമ്പനിയുടെ അടുത്താണ് നടന്നത്. ഇവർ യൂറിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. അവനെ കുറെ ഇടിച്ചു കഴിയുമ്പോൾ അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ആന്റോൺ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനിയാകട്ടെ ഒരു ഡിഫൻസ് മെക്കാനിസം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് യുദ്ധമോ എന്തെങ്കിലും പാൻഡമിക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരം നാനോ ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു വാള് എല്ലാവരുടെയും ബിൽഡിംഗിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് പുറത്തിറങ്ങാത്തതാണ് നല്ലത്, അവിടെ വായു അശുദ്ധമായിരിക്കും, നമ്മൾ എല്ലാവരും മരിക്കും. എന്നാൽ ഒലിവിയ പറയുന്നു, പുറത്ത് നീ പറയുന്ന പോലെയാണ് സാഹചര്യമെങ്കിൽ എന്തുകൊണ്ടാണ് ആന്റോൺ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്? അവൻ അറിഞ്ഞുകൂടെ ഈ ഒരു സാഹചര്യം എന്താണെന്ന്? പക്ഷെ യൂറി പറയുന്നു, ആന്റോൺ ചിന്തിച്ചത് അവരുടെ കമ്പനിയിലുണ്ടായ ആ ഒരു ഫയർ കാരണം അവരുടെ സിസ്റ്റത്തിലൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ കംപ്ലീറ്റ് ഒരു മാൽഫങ്ഷൻ നടന്നിട്ടാണ് ഈ ഒരു വാള് എല്ലാവരുടെയും വീടിന്റെ ഫ്രണ്ടിൽ വന്നതെന്നാണ്. അതുകൊണ്ടാണ് അവനത് തുറക്കാൻ ശ്രമിച്ചത്. ഇത് കേട്ട് എല്ലാവരും പറയുന്നുണ്ട്, ശരിക്കും അത് തന്നെയായിരിക്കും സത്യമെന്ന്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഇവിടെ പുറത്ത് യുദ്ധവും ഇല്ല, ഒരു തരത്തിലുള്ള പാൻഡമിക്കും ഇല്ല. അപ്പോഴേക്കും ആന ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ആന്റോൺ ആകട്ടെ ബ്രിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ ലാപ്ടോപ്പോ ഫോണോ ഒക്കെ ഉപയോഗിച്ചിട്ട് അയാൾ എന്തോ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പ് അയാളുടെ ഫോണിലുണ്ട്. അത് വെച്ചിട്ടാണ് അയാൾ ആ ഒരു വാളിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഫ്ലാഷുകൾ അടിച്ചത്. അതെന്തോ തരം ഒരു മോഡ്സ് കോഡാണ്. അതിലൂടെയാണ് ആ ഒരു വാൾ ഓപ്പൺ ആയതും. ദേഷ്യത്തിൽ യൂറി അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ടിം ആകട്ടെ ആ പൊട്ടിച്ചിതറി കിടക്കുന്ന ഫോണിൽ നിന്നും ആ ഡേറ്റാസ് എല്ലാം തന്നെ റിട്രീവ് ചെയ്തെടുക്കുകയാണ്. ആ ആപ്പ് അവർ തങ്ങളുടെ ഫോണിലേക്ക് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആന്റോൺ ആകട്ടെ കുറച്ച് ഫ്ലാഷ് വെച്ചിട്ടായിരുന്നു ആ ഒരു ബ്രിക്ക് ഓപ്പൺ ചെയ്തത്. എങ്ങനെയാണ് ആ ഫ്ലാഷുകൾ അടിക്കേണ്ടതെന്ന് മാത്രം ഇനി അവർ കണ്ടുപിടിച്ചാൽ മതി. അവര് തങ്ങളുടെ ആപ്പുമായിട്ട് ആ ഒരു വാളിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. 4 സ്ക്വയർ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്ക്വയർ ആണ് ആദ്യം അമർത്തേണ്ടതെന്ന് അവർക്കറിയില്ല. ഏത് ഓർഡറിൽ അമർത്തണമെന്ന് അറിയില്ല. അവർ ഓരോന്നും ട്രൈ ചെയ്യുകയായിരുന്നു. ആദ്യത്തെ ഒന്ന് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വാള് വേറൊരു രീതിയിലായിട്ട് മാറി. അതായത് അവിടെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത പോലെയായി. ആന പതിയെ പോയി ആ ഒരു വാളിലേക്ക് ടച്ച് ചെയ്യുന്നു. അവളുടെ വിരൽ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. എന്നിട്ട് അവൾ അവളുടെ കൈ കുറച്ചുകൂടി ഉള്ളിലേക്ക് വെക്കുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോഴേക്കും ആ വാള് വീണ്ടും പഴയ പോലെ കട്ടിയുള്ളതായി മാറുകയായിരുന്നു. അവൾക്ക് തന്റെ കൈ പുറത്തേക്ക് എടുക്കാനും വയ്യ. എല്ലാവരും ചേർന്ന് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ബോഡിയുടെ പകുതിയോളം അതിനുള്ളിലേക്ക് പോയിട്ട് ഒരിടത്ത് വെച്ച് കട്ടായി രണ്ടായി വീഴുകയാണ്. മാർവിൻ ആകെ തകർന്നു പോയി. അവൻ അന്യെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ബിൽഡിംഗിന്റെ ഓണർ ഫ്രെഡ്മാനും ഇത് തന്നെയായിരിക്കും സംഭവിച്ചത്. അയാളും ഇതുപോലെ ആ പോർട്ടലിലേക്ക് കൈയിട്ടിട്ടുണ്ടാകും. അതായിരിക്കാം അയാളുടെ 2 കൈയും നഷ്ടപ്പെട്ടത്. അനയെ നഷ്ടപ്പെട്ട ദുഃഖത്തില് മാർവിനാകട്ടെ നേരെ പോയി യൂറിയെ ഷൂട്ട് ചെയ്യുന്നു. കൂടെ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ ബാക്കിയായിട്ടുള്ളത് ടിമും ഒലിവിയായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർ പരസ്പരം സംസാരിക്കുന്നു. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ മറന്നു. വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. അവര് വീണ്ടും ആ ഫ്ലാഷ് അടിച്ചു നോക്കുകയാണ്. അതിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. ഓരോ സ്ക്വയറിനും ഓരോ ടൈപ്പ് ഫ്ലാഷ് ആണ്. ആദ്യത്തെ സ്ക്വയറിന് 2 തവണ ഫ്ലാഷ് അടിക്കുമെങ്കിൽ രണ്ടാമത്തെ സ്ക്വയറിന് 3 തവണ, അടുത്ത സ്ക്വയറിന് 6 തവണ, അതിന്റെ അടുത്ത സ്ക്വയറിന് കുറച്ചുകൂടി തവണ. അങ്ങനെയായിരുന്നു. അങ്ങനെ അവർ ആ വീഡിയോ ചെക്ക് ചെയ്തിട്ട് ആദ്യം പ്രസ് ചെയ്യേണ്ടത് ഏത് സ്ക്വയർ ആണെന്ന് അതിലൂടെ കണ്ടുപിടിക്കുന്നു. ഫ്രെഡ്മാന്റെ വീഡിയോസിൽ നിന്നും അത് കണ്ടുപിടിച്ചിട്ട് അവർ വീണ്ടും താഴേക്ക് വന്നിട്ട് അത് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവിടെ യൂറി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും ജീവനുണ്ട്. അവനാകട്ടെ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. യൂറി ഒലിവിയെ കൊല്ലാൻ ചെന്നതും ഒലിവിയ അവിടെ ഉണ്ടായിരുന്ന ആ കുഴിയിലൂടെ താഴെ ഉണ്ടായിരുന്ന ആ ഒരു ബേസ്മെന്റിലേക്ക് വീഴുന്നു. ടിം അവളെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ യൂറി അവിടെ നിൽക്കുന്ന കാരണം അവനെയും ചവിട്ടി താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ചാടി ടിം ആകട്ടെ ഒലിവിയയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. യൂറി അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ടിം ആകട്ടെ ഒലിവിയുടെ കയ്യിൽ ആ ഒരു ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ആ ഒരു വാള് ഓപ്പൺ ചെയ്യാൻ. യൂറി എന്നിട്ട് അവൻ തടഞ്ഞു നിർത്തുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് യൂറി ഇവനും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. യൂറി എങ്ങനെ ഇവനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴേക്കും ഒലിവിയ ആ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു വാൾ ഓപ്പൺ ചെയ്തു. തന്നെ നോക്കി നിൽക്കേണ്ട നീ രക്ഷപ്പെട്ടുകൊള്ളാൻ ടിം പറഞ്ഞെങ്കിലും അവൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടാതെ വന്ന് യൂറിയെ കൊന്നിട്ട് അവൾ ടിമ്മിനെ രക്ഷിക്കുന്നു. എന്നിട്ട് അവർ 2 പേരും ആ ഓപ്പൺ ചെയ്ത ഭാഗത്തോടു കൂടി പുറത്തേക്ക് കടക്കുന്നു. പുറത്തേക്കിറങ്ങി അവർ ഞെട്ടിപ്പോയി. അവരുടെ ബിൽഡിംഗ് മാത്രമല്ല, ചുറ്റുണ്ടായിരുന്ന ഒരുപാട് ബിൽഡിംഗുകൾ ഇതുപോലെയാണ് കാണപ്പെടുന്നത്. ശരിക്കും ആന്റോൺ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്. അവന്റെ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഫയർ കാരണം ഈ ഒരു ഡിഫൻസ് മെക്കാനിസം തനിയെ ഓപ്പൺ ആവുകയും അത് ചുറ്റുമുള്ള എല്ലാ ബിൽഡിംഗിലേക്കും പോയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്തതാണ്. ശരിക്കും ഇതൊരു ന്യൂക്ലിയർ വാറൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയതായിരുന്നു. ആ കമ്പനിയിൽ ഫയർ നടന്നതോടുകൂടി ഇത് തനിയെ പ്രവർത്തിക്കുകയും ചെയ്തു. ആ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെയായിരുന്നു. മുകളിലാകട്ടെ കുറച്ച് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ പറക്കുന്നുണ്ട് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒലിവിയെ കാണുന്നത് തങ്ങളുടെ വാൻ ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ടെന്ന്. അവള് ടിമ്മിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ വാനിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ പാരീസിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഒടുവിൽ അവർ 2 പേരും സന്തോഷത്തോടു കൂടി പാരീസിലേക്ക് പുറപ്പെടുന്നിടത്താണ്
ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.